ഹായ് ഫ്രണ്ട്സ്, എന്താണ് ശരിക്കും വിജയത്തിൻ്റെ രഹസ്യം? വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ്? ശരിക്കും വിജയം എന്ന് പറഞ്ഞാൽ, സക്സസ് എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ലീവിങ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ്? നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? എൻ്റെ കാഴ്ചപ്പാടിൽ വിജയത്തെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വിജയത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് ഹാപ്പിനെസ്, സന്തോഷം; രണ്ടാമത്തത് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം; മൂന്നാമത്തത് നമ്മുടെ സാമ്പത്തികം, വെൽത്ത്. ഇത് ഈ ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ്, അതായത് ഈ മൂന്നിലും സംതൃപ്തിയുള്ള ഏത് മനുഷ്യനെയും നമുക്ക് സക്സസ് എന്ന് പറയാം, അവരുടെ ജീവിതം സക്സസ് ആണെന്ന് പറയാം. ബട്ട് ദ റിയൽ സീക്രട്ട്, രഹസ്യം എന്താണെന്ന് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ് എന്ന് ചോദിച്ചാൽ, എൻ്റെ കാഴ്ചപ്പാടിലുള്ള ഉത്തരം എന്ന് വെച്ചാൽ 5% സ്ട്രാറ്റജി ആൻഡ് 95% മൈൻഡ് സെറ്റ് എന്നാണ്. അതായത് മാർവലസ് മൈൻഡ് സെറ്റ്, അതായത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു മനഃശക്തി തന്നെയാണ് ഏത് വിജയത്തിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നതാണ് മനക്കരുത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സക്സസ്സായ ഏത് മനുഷ്യനെ നോക്കിക്കോളൂ, അവരുടെ എല്ലാം കാഴ്ചപ്പാടിൽ അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ്, അവരുടെ ആ ഒരു മനസ്സിൻ്റെ ശക്തി, ബാക്കി അവരുടെ ഹാർഡ് വർക്ക്, ദ ലേൺ ഫ്രം ഫെയിലേഴ്സ്, ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ നോളജ്, അതെല്ലാം ഇതിന് മേളിൽ വരുന്ന കാര്യങ്ങളാണ്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റിൽ പ്രധാനമായി വരുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സാണ്, നമ്മുടെ ചിന്തകളാണ്. നമ്മളുടെ ചിന്തകൾ എങ്ങനെയാണോ അതാണ് നമ്മുടെ ജീവിതം. നമ്മൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നെഗറ്റീവായിട്ട് നമുക്ക് തോന്നും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളെ ഒന്ന് റീകളക്ട് ചെയ്ത് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ നെഗറ്റീവായിട്ടാണ് ഒരു ദിവസം തുടങ്ങുന്നതെങ്കിൽ അന്ന് ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പല നെഗറ്റിവിറ്റി കണ്ടെത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവായിട്ടാണ് നമ്മുടെ ആ ദിവസം തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ആ ദിവസം ഫുൾ പോസിറ്റീവായിട്ടായിരിക്കും. ഇപ്പോൾ ചില ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, അവർ എന്ത് കാര്യത്തിലുണ്ടെങ്കിലും അവർക്കൊരു ശുഭാപ്തി വിശ്വാസമായിരിക്കും. ഇത് എന്നെക്കൊണ്ട് നടക്കും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. അവരുടെ ജീവിതത്തിലും നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളിൽ പോലും അവരൊരു പോസിറ്റിവിറ്റി കണ്ടെത്താൻ ശ്രമിക്കും. അതാണ് അവരുടെ വിജയ രഹസ്യം. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു പോസിറ്റീവ് ഇൻറ്റൻഷനോട് കൂടിയായിരിക്കണം, ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയായിരിക്കണം. എല്ലാം കറക്റ്റാകും, എല്ലാം ശരിയാകും, അതിനുള്ള വിശ്വാസം, അത് എന്നെക്കൊണ്ട് പറ്റും. നമ്മുടെ ഉള്ളിലെ ആ ഒരു ശക്തി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ക്രിക്കറ്റിൽ തന്നെ ആണെങ്കിലും, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ക്രിക്കറ്റർ സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ സച്ചിൻ്റെ കഥ തന്നെ നിങ്ങൾ നോക്കൂ. അന്ന് സച്ചിൻ ക്രിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും രവി ശാസ്ത്രി, കപിൽ ദേവ്, അതുകൂട്ട് 6-6.5 അടി പൊക്കം ഉള്ള വലിയ മഹാരഥന്മാർ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കൊച്ചു പയ്യൻ കളിക്കാൻ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ സച്ചിൻ ടെണ്ടുൽക്കർ ലോകത്തെ മൊത്തം പുള്ളിയുടെ കാൽച്ചുവട്ടിലാക്കിയില്ലേ? ഹൗ ഹി ബിക്കെയിം ദ ലിറ്റിൽ മാസ്റ്റർ. എങ്ങനെ സച്ചിൻ ലിറ്റിൽ മാസ്റ്ററായി? ബിക്കോസ് സച്ചിൻ്റെ മനസ്സിൽ സച്ചിൻ്റെ മൈൻഡ് സെറ്റിൽ സച്ചിൻ നേരത്തെ കണ്ടിരുന്നു, എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്കതെല്ലാം നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഹി ബിക്കെയിം ദ ലിറ്റിൽ മാസ്റ്റർ ഓഫ് ക്രിക്കറ്റ്. ഓക്കെ, അതുകൊണ്ട് ഒരുപാട് ആളുകൾ, അതായത് 80കളുടെ തുടക്കത്തിൽ തമിഴ്നാട്ടിൽ അതുവരെ ശരിക്കും കണ്ടിരുന്നത് കമൽ ഹാസൻ, ശിവാജി ഗണേശൻ, അങ്ങനെ. അതായത് നമ്മുടെ കാഴ്ചപ്പാടിൽ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെള്ള ആളുകൾ എന്നുള്ള കൺസെപ്റ്റ് വെളുത്തവരെന്ന കൺസെപ്റ്റ് നിന്ന സമയത്താണ് രജനീകാന്തിനെ കൂട്ടൊരാൾ വരുന്നത്. രജനീകാന്ത് ആദ്യം വന്നപ്പോൾ അവിടുത്തെ ആളുകൾ വിചാരിച്ച ഇവൻ എന്ത് നിൽക്കും. ബട്ട് രജനീകാന്തിൻ്റെ മൈൻഡ് സെറ്റിൽ രജനീകാന്ത് കണ്ടിരുന്നു, എന്നെക്കൊണ്ട് പറ്റും ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ ആകാൻ. അങ്ങനെ ഒരു ബസ് കണ്ടക്ടറായ രജനീകാന്ത് അങ്ങനെ അവിടുത്തെ സൂപ്പർ സ്റ്റാറായി. എന്തുകൊണ്ട്? പുള്ളിയുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരുന്നു. പുള്ളിയുടെ ഫൗണ്ടേഷൻ, പുള്ളിയുടെ മൈൻഡിൽ പുള്ളി കണ്ടിരുന്നു, ഞാൻ സൂപ്പർ സ്റ്റാർ ആകും. ബാക്കിയുള്ളവർ എന്നെ കാണുന്ന കൊണ്ടല്ല, ഹൗ യു സീ യുവർ സെൽഫ്, ദാറ്റ് ഓൺലി മാറ്റേഴ്സ്. നിങ്ങൾ എങ്ങനെ കാണുന്നു, അതാണ് നിങ്ങളുടെ ജീവിതം ഡിഫൈൻ ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ളവരോ നാട്ടുകാരോ കുടുംബക്കാരോ വീട്ടുകാരോ ഒന്നും കാണുന്നതല്ല. അവർ കാണുന്നതോ അവർ ചിന്തിക്കുന്നതോ അല്ല നിങ്ങളുടെ ലൈഫ്. ഹൗ യു സീ യുവർ സെൽഫ്. ഇപ്പം ഫൗണ്ടർ ഓഫ് ലുലു ഗ്രൂപ്പ് യൂസഫ് അലിയുടെ വിജയം എന്ന് വെച്ചാൽ പുള്ളിയുടെ മൈൻഡ് സെറ്റ് എന്താണ്, പുള്ളിക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പേ നമുക്കതിലൊരു ഉദ്ദേശശുദ്ധി വേണം, അതായത് പോസിറ്റീവ് ഇൻറ്റൻഷൻ വേണം. പുള്ളിയുടെ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ എന്താണ്, പുള്ളിക്ക് ബിസിനസ് ഉണ്ടാക്കണം അല്ലെങ്കിൽ വലിയ പൈസ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ രണ്ടാം ഘടകമാണ്. പുള്ളിയുടെ ബേസിക്കായിട്ടുള്ള പുള്ളിയുടെ ഉദ്ദേശശുദ്ധി, ഇൻറ്റൻഷൻ എന്താണ്, ഞാൻ കാരണം എൻ്റെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഞാൻ കാരണം കുറച്ച് പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കുക, അതായിരുന്നു പുള്ളിയുടെ ഉദ്ദേശശുദ്ധി.
അതിൽ പുള്ളി സക്സസ്ഫുൾ ആയി. അതാണ് പുള്ളിയുടെ മൈൻഡ് സെറ്റ്. അതായത് 70കളുടെ തുടക്കത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ ന്യൂസ് റീഡ് ചെയ്യാൻ ഒരു യുവാവ് ചെന്നിരുന്നു. അപ്പോൾ ആ യുവാവിൻ്റെ ശബ്ദം പോരാന്ന് പറഞ്ഞ് അവിടുന്ന് അവർ പുറത്താക്കി. പിൽക്കാലത്ത് ഹിന്ദി, അതായത് ബോളിവുഡ് സിനിമ കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അതാണ് അമിതാഭ് ബച്ചൻ. കാരണം പുള്ളിയുടെ മൈൻഡ് സെറ്റിൽ പുള്ളി സൂപ്പറായിരുന്നു. അതായത് പുള്ളിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പുള്ളിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പുള്ളിയുടെ കഴിവുകളിൽ. അത് കാരണം പുള്ളി ആ ശബ്ദം കൊണ്ട് തന്നെ പുള്ളി സ്റ്റാറായി. പുള്ളി അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറായി. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ട് പിരിഞ്ഞ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നടനായിരുന്നു ശ്രീനിവാസൻ. അതായത് പുള്ളിയുടെ അഭിനയത്തിൽ മാത്രമല്ല, പുള്ളിയുടെ കലാസൃഷ്ടി, എഴുത്ത്, അതായത് മലയാള സിനിമ കണ്ട ഇത്രയും വലിയ ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടർ. അതായത് ഈവൻ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലും അവരാ ഒരു താരപദവിയിലേക്ക് എത്താൻ കാരണം വരെ ശരിക്കും ശ്രീനിവാസനായിരുന്നു. അതായത് ഒരു എന്താ പറയുക, സെൽഫ് ട്രോളിൻ്റെയൊക്കെ ഉപജ്ഞാതാവെന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു മനുഷ്യൻ. എത്രത്തോളം കഴിവുകളുള്ള മനുഷ്യൻ. അതായത് സ്വന്തമായിട്ട് ഒരു കോമാളി അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ട് പുള്ളി ആളുകളെ സ്വാധീനിക്കുക എന്ന് വെച്ചാൽ അത് ചെറിയ ചെറിയ കാര്യമല്ല. അത് വലിയ 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 ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്ര ലെജൻഡറി ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ പുള്ളിയുടെ ലൈഫിൽ എങ്ങനെ സക്സസ് ആയി? കാരണം പുള്ളിയുടെ ഉള്ളിൽ കണ്ടു, എന്നെക്കൊണ്ട് ഇതൊക്കെ ഒന്നുമില്ല, എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി അത്രയും സ്റ്റാറായത്, ലെജൻഡായത്. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും പുള്ളി ചെയ്തിട്ടുള്ള സിനിമകളും പുള്ളി ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സും എത്ര തലമുറകൾ കഴിഞ്ഞാലും മലയാളികൾ ഉള്ളിടത്തോളം കാലം അതൊക്കെ എന്നും ജീവിക്കും. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ആ ഒരു ഉള്ളിലുള്ളൊരു സൂപ്പർ ഹീറോ, നമ്മുടെ ഉള്ളിലുള്ള ഒരു ജിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ട്രഷർ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പവർ, ആ ഒരു മൈൻഡ് പവറിനെ നമ്മൾ തിരിച്ചറിയണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു സൂപ്പർ ഹീറോയുടെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ മതി, എനിക്കിതാകണം, ഇന്നതാകണം, അല്ലെങ്കിൽ എനിക്ക് അത് നേടണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ബട്ട് അത് പറയുന്നതിന് പല ടെക്നിക്കുകളും കാര്യങ്ങളുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മൈൻഡ് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എങ്ങനെ യൂസ് ചെയ്യണം, നമ്മുടെ അടുത്ത് എല്ലാവരും പറയും അങ്ങനെ പഠിക്കണം, ഇങ്ങനെ പഠിക്കണം. ബട്ട് എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കൂ എന്ന് പറയുന്നതല്ലാതെ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം, എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ഗോൾസ് നേടണം, നമ്മുടെ ഡ്രീംസ് നമുക്ക് അച്ചീവ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊന്നും ആരും പറഞ്ഞു തരില്ല. ബട്ട് അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്ന പല പല പുസ്തകങ്ങളും പല മീഡിയാസ് ഉണ്ട്. ഞാൻ എൻ്റെ ഈ വീഡിയോസിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വിട്ട് എങ്ങനെ നമ്മുടെ മൈൻഡ് പവർ നമ്മുടെ പരിധിക്കുള്ളിലാണ്, അതിനെ എങ്ങനെ നമുക്ക് ട്രിക്ക് ചെയ്യണം, എങ്ങനെ നമ്മുടെ ചിന്താഗതികൾ മാറ്റാം, എങ്ങനെ നമുക്ക് നമ്മുടെ ചിന്തകൾ എങ്ങനെ പോസിറ്റീവാക്കാം, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ എങ്ങനെ ഈസിയായി നമുക്ക് നേടിയെടുക്കാമെന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പം നമ്മുടെ ഉള്ളിലെ ആ മൈൻഡ് പവർ തന്നെയാണ്, അതിൽ നമ്മൾ വിശ്വാസം വേണം എപ്പോഴും. നമ്മുടെ ഉള്ളിൽ ആ ഒരു മൈൻഡ് ഉണ്ട്, ആ മൈൻഡ് പവർ, അതിനെയാണ് ശരിക്കും മൈൻഡിന് പല ഘടകങ്ങളുണ്ട്. അതായത് സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റുകളുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇനി ഞാൻ വരും വീഡിയോകളിലൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഉള്ളിലെ ആ ഒരു മൈൻഡ് പവർ, അത് നമ്മൾ അതിലൊരു വിശ്വാസം അർപ്പിക്കണം. അങ്ങനെ വിശ്വാസം അർപ്പിച്ചാലേ നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. സന്തോഷം അതിലൊരു വലിയ ഘടകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും നമ്മുടെ സക്സസ്സിനെ ഫോളോ ചെയ്യുന്ന, അതല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് നമ്മളെ ഫോളോ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബി ഹാപ്പി ഹ്യൂമൻസ്. ബൈ.